സക്കീർ ഹുസൈൻ, നമ്മൾ സാധാരണ ജനങ്ങളുടെ കാര്യം സംസാരിക്കുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്തിന് അധികമായി ലഭിക്കുന്ന നികുതി വരുമാനം പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നുണ്ടാകും. അപ്പൊ 450 കോടി രൂപ സംസ്ഥാനത്തിന് അധികമായിട്ട് ലഭിക്കുകയാണ്. അപ്പൊ ഇപ്പോ കോൺഗ്രസ് വക്താവ് പറഞ്ഞത് ഓരോ സന്ദർഭത്തിലും മാറണോണ്ട് അത് സ്റ്റഡി ചെയ്തിട്ട് എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ്. അപ്പോ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ സംഗതിയിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം പുറകോട്ട് പോവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായി, ഇപ്പൊ നേരെ പൊസിഷൻ മാറി. BJP ആണെങ്കിൽ 50 രൂപക്ക് തരാന്ന് പറഞ്ഞിരുന്നു, അവരും പുറകോട്ട് പോയി. അപ്പൊ പെട്രോൾ, ഓട്ടോറിക്ഷ, കാറ്, ടാക്സി തുടങ്ങിയ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഇപ്പൊ നേരത്തെ ബസ് പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റോറന്റുകാർക്ക് കൂട്ടാം, ബസ്സിനും ഓട്ടോയ്ക്കും കൂട്ടാൻ പറ്റുന്നില്ല, കഴിയില്ല, ടാക്സിക്കും കൂട്ടാൻ കഴിയില്ല. ആ സംസ്ഥാനത്ത് കൂട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെക്കാതെ കഴിയില്ല. സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ തീർച്ചയായും ഈ പെട്രോൾ ഡീസൽ വില വർധനവിന്റെ ഭാഗമായി അനുഭവിക്കുന്നത് വലിയ പ്രയാസം. കാരണം ബസ്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും താഴെ തലത്തിലുള്ള സാധാരണ അന്നന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു വരുമാനത്തിന്റെ സാധ്യതയിലാണ് ഓട്ടോ ടാക്സി രംഗത്ത് തൊഴിലാളികൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ വിലവർദ്ധനവ് വലിയ തോതിലുള്ള ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് പരിഹാരമുണ്ടാക്കാൻ അടിയന്തരമായി ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കാതെ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വരുമാനത്തിൽ നിന്ന് സബ്സിഡിയായി ഓട്ടോ ടാക്സി രംഗത്ത് സബ്സിഡി, ഇവർക്ക് സബ്സിഡി ആയിട്ട് പെട്രോളും ഡീസലും കൊടുക്കണം, സബ്സിഡി ആയിട്ട് കൊടുക്കാൻ തയ്യാറാകണം. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന്റെ സിസ്റ്റത്തിലായിരുന്നു ഇന്ത്യയിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങളെ എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പോ സംസ്ഥാനത്ത് ഈ പെട്രോൾ ഡീസൽ വില വർധനവിന് സംസ്ഥാന ഗവൺമെന്റിന് അധികമായി ലഭിക്കുന്ന തുക വെച്ചിട്ട് സബ്സിഡി നിരക്കിൽ ഓട്ടോ ടാക്സി രംഗത്ത് തീർച്ചയായിട്ടും അത് കൊടുത്താൽ മാത്രമാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്, യാത്രാ മാധ്യമം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന മാർഗമാണ് ഈ സർവീസ് നിലനിൽക്കണ്ടേ. ഇത് സാധാരണക്കാരുടെ അല്ലേ, മറ്റേ പ്രൈവറ്റ് വാഹനം പോലെ അവർക്ക് പലപ്പോഴും ഡീസലിനും പെട്രോളിനും വില കൂടില്ല. അത് ബൈക്കുകാരെ എപ്പോഴും 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിക്കും. അവനെന്നും 200 അവനെ കുറയുന്ന കാര്യം പോലെ അവന്റെ മനസ്സിൽ വരുന്നില്ല. അല്ലെങ്കിൽ കാറുകാരാണെങ്കിൽ 500, 1000, 2000 അടിക്കും. അവനറിയുന്നില്ല, അവന് അപ്പോഴും തന്നെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മേഖലയിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു ബസ്സിന് ഇപ്പൊ തന്നെ വർധനവ് 10 റുപ്യ വന്നു കഴിഞ്ഞാൽ 1000 റുപ്യ ഒരു ദിവസത്തിൽ മാറ്റം വന്നു. 1000 രൂപ എന്ന് പറഞ്ഞപ്പോ അത് എങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും?